ഒറിഗാമിയാണ് ചെയ്യാൻ പോണത്. ഒറിഗാമി മനസ്സിലായോ? പേപ്പർ വെച്ചിട്ടുള്ള പരിപാടിനെയാണ് പറയുക ഒറിഗാമി. അപ്പോൾ അതാണ് ചെയ്യാൻ പോണത്. അതിനകത്ത് തന്നെ കിളീനെ ഉണ്ടാക്കാൻ പോണത്. കിളീനെ ഇതാണ് ചെയ്യാൻ പോണത്. ഒറിഗാമി ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് ഈ ഒരു സ്ക്വയർ ഷേപ്പിലുള്ള ഒരു പീസ് ഓഫ് പേപ്പറാണ്. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ പേപ്പറിൻ്റെ കോർണേഴ്സ് തമ്മിൽ ഫോൾഡ് ചെയ്യുക എന്നുള്ളതാണ്. അത് രണ്ട് കോർണേഴ്സും മാറി മാറി ഫോൾഡ് ചെയ്യണം. അത് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആ പേപ്പറിൻ്റെ സെൻറ്ററിലായിട്ട് ഒരു എക്സിൻ്റെ ഷേപ്പിലുള്ള ക്രീസ് കാണാനായിട്ട് പറ്റും. ഈ പേപ്പർ നമ്മൾ ഹാഫായിട്ട് ഫോൾഡ് ചെയ്തതിന് ശേഷം ട്രയാങ്കിളിൻ്റെ സെൻറ്റർ പോർഷൻ അടുത്ത ട്രയാങ്കിളിൻ്റെ സെൻറ്റർ പോർഷനിലേക്ക് പ്ലേസ് ചെയ്യുക. അപ്പോൾ അത് ഓട്ടോമാറ്റിക്കലി ഒരു സ്ക്വയർ ഷേപ്പിലേക്ക് മാറുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇത് രണ്ട് സൈഡിലും റിപ്പീറ്റ് ചെയ്യുക. ഇപ്പം നമ്മുടെ കയ്യിൽ ഒരു ചെറിയൊരു സ്ക്വയർ ആയിരിക്കും ഉണ്ടാവുക. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ ആ സ്ക്വയറിൻ്റെ ഓപ്പൺ ആയിട്ടുള്ള പോർഷൻ താഴേക്ക് വെച്ചതിന് ശേഷം അതിൻ്റെ റൈറ്റ് സൈഡ് കോർണറും ലെഫ്റ്റ് സൈഡ് കോർണറും സെൻട്രലിലുള്ള ക്രീസിലേക്ക് മടക്കുക. അതുപോലെ ടോപ്പിൽ ബാലൻസ് ആയിട്ട് നിൽക്കുന്ന ആ ഒരു ട്രയാങ്കിൾ പോർഷനും സെൻറ്ററിലേക്ക് മടക്കുക. ഈ സ്റ്റെപ്പ് ഓപ്പോസിറ്റ് സൈഡിലും റിപ്പീറ്റ് ചെയ്യുക. നെക്സ്റ്റ് സ്റ്റെപ്പ് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്, സോ ശ്രദ്ധിച്ച് ചെയ്യുക. താഴെയുള്ള ഓപ്പണായിട്ടിരിക്കുന്ന കോർണർ നമ്മൾ ഏറ്റവും മേലെയുള്ള ട്രയാങ്കിളിൻ്റെ ആ മടക്ക് വെച്ചിട്ട് മേലേക്ക് മടക്കുക. അപ്പോൾ ഓട്ടോമാറ്റിക്കലി രണ്ട് സൈഡ്സും ഉള്ളിലേക്ക് വരുന്നതായിട്ട് കാണാം. ഈ സ്റ്റെപ്പ് ഓപ്പോസിറ്റ് സൈഡിലും റിപ്പീറ്റ് ചെയ്യുക. അടുത്തതായിട്ട് ഈ ഡയമണ്ട് ഷേപ്പിൻ്റെ ടോപ്പ് സൈഡിലുള്ള റൈറ്റ് കോർണറും ലെഫ്റ്റ് കോർണറും കൂടെ ഒന്നിച്ച് കൊണ്ടുവരാം. ഈ കിട്ടിയേക്കുന്ന ഷേപ്പിൻ്റെ ബോട്ടം കോർണർ ടോപ്പിലത്തെ കോർണറിലേക്ക് മടക്കുക. ഇത് അപ്പുറത്തെ സൈഡിലും റിപ്പീറ്റ് ചെയ്യുക. വീഡിയോയിൽ കാണുന്നത് പോലെ ഹെഡ് പോർഷൻ ഇങ്ങനെ ഉള്ളിലേക്ക് ബെൻഡ് ചെയ്ത് ക്രിയേറ്റ് ചെയ്യുക. അതുപോലെ ബീക്കും സെയിം മെത്തേഡിൽ ക്രിയേറ്റ് ചെയ്യുക. അതിനുശേഷം ഈ നെക്ക് പോർഷൻ പുറത്തേക്കും ടെയിൽ പോർഷൻ പുറത്തേക്കും പുള്ള് ചെയ്ത് പ്ലേസ് ചെയ്യുക. അതുപോലെ രണ്ട് വിങ്സും താഴേക്ക് ബെൻഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ പേപ്പർ ക്രെയിൻ റെഡിയായി ഗൈസ്. പേപ്പർ ക്രെയിൻ പറക്കണമെങ്കിൽ നെക്കിൻ്റെ താഴെ ഒരു ഹാൻഡ് കൊണ്ട് പിടിച്ചതിന് ശേഷം അതർ ഹാൻഡ് ഉപയോഗിച്ചിട്ട് ആ ടെയിലിൽ പയ്യെ പുള്ള് ചെയ്താൽ മതി. അപ്പോൾ വീഡിയോ അത്രേ ഉള്ളൂ. അടുത്ത എന്തെങ്കിലും റാൻഡം പരിപാടി ഒപ്പിക്കുമ്പോൾ അടുത്ത വീഡിയോ ഇടാം. ഓക്കെ, ബൈ.